ഹലോ വെൽക്കം ബാക്ക് ടു എവിടെ അപ്പം നമ്മളിന്ന് എവിടെ പോവാം? വിഴിഞ്ഞം. തിരുവനന്തപുരം വഴി വിഴിഞ്ഞത്ത് പോയി വിഴിഞ്ഞത്തുനിന്ന് നമ്മളെ ഫ്രണ്ടിനെ കാണാനുണ്ട്. എന്നിട്ട് പിന്നെ നമ്മള് ഡാറ്റ്കാർ നമ്മളിന്ന് പോണത്. ഡാറ്റ്കാർ ഗോകുയുടെ ഫാമിലി വന്നിട്ടുണ്ട്. അവരുടെ അമ്മയും ചേച്ചിമാരും ചേച്ചിയുടെ ഹസ്ബൻഡും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് അവരുടെ പാർട്ടി. അമ്മയും ചേച്ചിയും വരുന്നില്ല, മൂത്ത ചേച്ചിയും വരുന്നില്ല. ഞങ്ങളെല്ലാവരും കൂടെ വിഴിഞ്ഞത്ത് പോകാൻ പോവുകയാണ്. അപ്പം നമുക്കിന്ന് വിഴിഞ്ഞം വ്ലോഗ് കാണാം. നമ്മളൊരിക്കൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. വിഴിഞ്ഞം ഫുഡ് കഴിക്കാനാണ് മെയിനായിട്ട് പോണത്. വിഴിഞ്ഞത്ത് എൻ്റെ വീഡിയോ എപ്പോഴും കൊളവാക്കാൻ കയറി നിൽക്കുമല്ലോ. ശരി, ഒരമ്മയുണ്ട്, ഒരു മോളും ഉണ്ട്. മനുഷ്യന് ജീവിക്കണ്ട. അപ്പം വിഴിഞ്ഞം വൈബ് കാണാം. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ, ഗോകു, ചേച്ചി, ചേട്ടൻ, കാശി, പിന്നെ ജിത്തൂട്ടൻ, ഞങ്ങൾ നാലൂരിലാണ് പോയത്. നല്ല ബ്ലോക്കായിരുന്നു പോയ സമയത്ത്. ഞാൻ പറഞ്ഞാണ് പോയത്. എനിക്കറിയാം കൊട്ടിയം, പാരിപ്പള്ളി, നമ്മുടെ മറ്റു സ്ഥലത്തിൻ്റെ പേരെന്തുട്ടായിരുന്നു, ആറ്റിങ്ങൽ, കഴക്കൂട്ട, ഈ 4 സ്ഥലവും ഞാൻ പറഞ്ഞിട്ടാണ് കൊണ്ടുപോയി. ഇവിടെയൊക്കെ ബ്ലോക്ക് കാണുമെന്ന് പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് ബ്ലോക്ക് ഉണ്ടാകും. അവരെന്നെ കളിയാക്കി എന്നാലും ചുമ്മാ പറയും. ഞാൻ പഠിച്ചതൊക്കെ ട്രിവാൻഡ്രത്താണ്, വർക്ക് ചെയ്ത് അവിടെയാണ്. അപ്പോൾ സ്ഥിരം പോകുന്നതുകൊണ്ടിട്ട് എനിക്കറിയാം ഇന്ന സ്ഥലത്ത് എത്തുമ്പോൾ ബ്ലോക്ക് ഉണ്ടാവും എന്നുള്ള കാര്യം. സോ അത് ഞാൻ പറഞ്ഞപ്പോൾ അവരെന്നെ കളിയാക്കി. ഞാൻ വെറുതെ പറയുകയാണെന്ന്. പക്ഷേ കറക്റ്റ് അവിടേക്ക് എത്തിയപ്പോൾ തന്നെ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. ഏകദേശം 1 മണിക്കൂറൊക്കെ അവിടെ കിടക്കേണ്ടി വന്നു. പക്ഷേ 4 ബുക്ക് ചേരുന്ന ഭാഗത്തൊക്കെ വരുമ്പോഴത്തേന് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. എല്ലാവരും കൂടി ചില്ലായിട്ട് പോയി. എന്നെ കുറേ വഴക്കും പറഞ്ഞു. കാര്യം വിഴിഞ്ഞം പോകണം, വിഴിഞ്ഞം പോയി ഫുഡ് കഴിക്കണം, ഫിഷ് കഴിക്കണം എന്ന് ഞാനാണ് പറഞ്ഞത്. അതുകൊണ്ടിട്ടാണ് എനിക്ക് കിട്ടിയത്. പിന്നെ ഞങ്ങൾ പോണതിൻ്റെ ഇടയ്ക്ക് ചേട്ടനും ചേച്ചിയും കൂടെ, ചേട്ടനൊരു ബാറിൽ കയറണമായിരുന്നു. അവർ അത്യാവശ്യം ബിയറൊക്കെ കഴിക്കുന്ന ചേട്ടനാണ് കേട്ടോ. ഗോകു കഴിക്കൂല കേട്ടോ. അങ്ങനൊരു ഭാഗ്യം എനിക്കുണ്ട്. എൻ്റെ ചെക്കൻ ബിയർ കഴിക്കില്ല. അത് അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ഞാൻ പറയും. പിന്നെ അതിനും വേണ്ടിയിട്ട് സ്മോക്ക് ചെയ്യും കേട്ടോ. ഇപ്പം കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബേബി വന്നതിന് ശേഷം അത്യാവശ്യം നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ കയറിയപ്പോൾ ഞങ്ങൾ റൂമിൽ തന്നെ വണ്ടിയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എനിക്ക് വാഷ്റൂം പോകണമെന്ന് തോന്നിയിട്ട് ഇറങ്ങി കേട്ടോ. അത്യാവശ്യം നീറ്റായിട്ടുള്ള ഒരു 4 സ്റ്റാർ ഹോട്ടലായിരുന്നു എന്ന് തോന്നുന്നു. നമ്മൾ ഹോട്ടലല്ലല്ലോ പോയത്. ഞങ്ങൾക്ക് അന്നേരം ഡ്രിങ്ക്സോ ജ്യൂസോ ഒക്കെ പറയാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫാമിലി റെസ്റ്റോറൻറ്റ് കൂടിയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിലും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു കോൾഡ് കോഫി പറഞ്ഞു. ജിത്തൂട്ടിനൊന്നും വേണ്ടായിരുന്നു. ജിത്തൂട്ടിനെ ഇനി എങ്ങും കൊണ്ടുപോകണില്ല എന്ന് വിചാരിച്ചാണ്. കാശി ബേബിയാണെങ്കിൽ പിന്നെ പറയണ്ട, ചില്ലാണ്, വൈബാണ്. നമ്മുടെ ഇതുണ്ടായിരുന്നു, കുറേ കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഫ്രൂട്ട് സലാഡ് പോലെ കേട്ടോ. അപ്പം ബേബിക്ക് വേണ്ടിയിട്ട് ഫ്രൂട്ട് സലാഡും കൊടുത്തു ഞങ്ങൾ. പിന്നെ ഒനിയൻ പക്കോട എന്ന് പറഞ്ഞൊരു സാധനം, നമ്മുടെ ഉള്ളിവട ഉണ്ടല്ലോ, അത് തന്നെയാണ് ഐറ്റം. പിന്നെ നമ്മൾ ഇവിടുന്ന് കഴക്കൂട്ടം നമ്മൾ ഇറങ്ങിയപ്പോൾ തൊട്ടിട്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മഴയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തുമ്പോഴും മഴയായിരിക്കും എന്നാണ് വിചാരിച്ചു. പക്ഷേ ട്രിവാൻഡ്രം കയറി കഴിഞ്ഞത്തേന് വലിയ മഴയൊന്നുമില്ല. മഴയുണ്ടായിരുന്നു, പക്ഷേ വലിയ മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഗോകുൽ ഡ്രൈവിംഗ് നിർത്തിയിട്ട് ഗോകുലും ഞാനും കാശി ബേബിയും ജിത്തോടിനോട് ബാക്കിലിരുന്നു, ചേച്ചി ചേട്ടനോട് ഫ്രണ്ടിലിരുന്നിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിട്ട് പിന്നെ കയറിയത് കേട്ടോ. അപ്പം ഞങ്ങൾ 3 പേരോട് ഇരിക്കുകയാണ്. കാശിയാണെങ്കിൽ പിന്നെ ഫോണിൻ്റെ വെട്ടം വന്നപ്പോഴത്തേന് ആശാൻ ഒന്ന് കണ്ണ് പൊളിച്ചാണ് കേട്ടോ. നല്ല രസമാണ് ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ ട്രിപ്പൊക്കെ പോകണം. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാം ഫുൾ ടൈം ട്രിപ്പും കാര്യങ്ങളും ഒക്കെയാണ്. കാര്യം ഗോകു പോവുമല്ലേ, അതിൻ്റെ ഇടയ്ക്ക് അമ്മ പോകണം. അതുകൊണ്ടിട്ട് എല്ലാം നല്ല അത്യാവശ്യം തിരക്കാണ്. ഇപ്പോൾ ഗോകു പോയി കഴിയുമ്പോഴായിരിക്കും മിസ്സിങ്. കാര്യം ഇത്രയും നാൾ കൂടെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം പോകുമ്പോൾ ഇനി മുന്നേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ പോയിട്ട് ഒരു ദിവസം നിൽക്കും, അല്ലെങ്കിൽ 1 വീക്ക് നിന്നിട്ട് പോരുകയാണ് ചെയ്യാറുള്ളത്. ഇപ്രാവശ്യം പോയി കഴിഞ്ഞാൽ ചിലപ്പം 2 മാസം 3 മാസമൊക്കെ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. കാര്യം കടയുടെ കാര്യങ്ങളൊക്കെ നോക്കണം. നമ്മൾ നാട്ടിലായതുകൊണ്ടിട്ട് അത്ര സെറ്റായിട്ടൊന്നും അല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെന്നിട്ട് വേണം എല്ലാം സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗോകു അതിനൊക്കെ വേണ്ടിയിട്ട് പോകുന്ന പർച്ചേസ് ഉണ്ട്. പിന്നെ ലൈസൻസ് പുതുക്കിയായിരുന്നു കടേൻ്റെ. ഇനിയിപ്പോൾ ഓരോ പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെ ഞാനിപ്പോൾ അത് പറയാൻ കഴിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയോ ചോദിച്ചു ജോലിയൊന്നും ഇല്ലേ, ചുമ്മാ നിൽക്കുകയാണോ, ഇനി തിരിച്ച് പോകുന്നില്ലേ എന്ന്. പോകുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ പോകണില്ല. ഞാനും വാവയും കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വിസയൊക്കെ സെറ്റായതിനു ശേഷം ഞങ്ങൾ പോകണുള്ളൂ. പക്ഷേ ഗോകു പോവുകയാണേ. നമ്മളങ്ങനെ വിഴിഞ്ഞത്തെത്തി. വിഴിഞ്ഞം നിങ്ങൾ ആരും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും മസ്റ്റായിട്ട് പോയി ട്രൈ ചെയ്യുക. നല്ല സൂപ്പർ ഫിഷ് കിട്ടും കേട്ടോ. ഫ്രഷ് ഫിഷ് നല്ല അടിപൊളി മസാലയിൽ നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടും. ഫിഷ് മാത്രമല്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഞങ്ങളിത് 2ാമത്തെ തൊട്ടാണ് അസ്മാക്കിൽ പോണത്. ഞങ്ങളിത് ആദ്യത്തെ വട്ടം പോയപ്പോൾ തന്നെ അസ്മാക്കിലെ ഫുഡ് ഇഷ്ടമായി. അതുകൊണ്ട് പിന്നെ വേറെ ഷോപ്പ് മാറിക്കയറണമെന്നൊന്നും തോന്നിയില്ല. നമുക്ക് അവിടെ തന്നെ
അറിയാം അവിടുത്തെ ഫുഡ് ഓക്കെ ആണ് എന്നറിയാവുന്നതുകൊണ്ട് അവിടെ തന്നെയാണ് പോയത്. നമ്മുടെ വിഴിഞ്ഞം ചെല്ലുമ്പോഴത്തേക്ക് വിഴിഞ്ഞം ഹാർബർ ഉണ്ടല്ലോ, വിഴിഞ്ഞം ഫോർട്ട് ഉണ്ടല്ലോ, അതിനടുത്തും അതായത് വിഴിഞ്ഞം പള്ളിയുണ്ട്, ചർച്ചിനടുത്തുമായിട്ടാണ്. ചെളി വാരി മോനെ അതാ, ചർച്ചിനടുത്തായിട്ടാണ് ഈ അസ്മാക് ഹോട്ടൽ വരുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കാണിച്ചു തരും, ഫ്രഷ് ആയിട്ടുള്ള ഫിഷൊക്കെ കാണിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ളതെടുത്ത് നമുക്ക് അന്നേരം ഫ്രൈ ചെയ്ത് തരും കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്രൈ ചെയ്ത് തരും. അത്യാവശ്യം നല്ല പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ്. ഒരുപാട് തിരക്കും ഉണ്ട് കേട്ടോ. വിഴിഞ്ഞത്ത് നിന്ന് നിങ്ങൾ അസ്മാക്കിൽ തന്നെ പോകണമെന്നില്ല, എവിടെ ചെന്നാലും ഒരേ മസാലയൊക്കെ തന്നെയാണുള്ളത്. എന്നാൽ കൂടിയിട്ട് ടേസ്റ്റ് അസ്മാക്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടിട്ടാണ് നമ്മൾ പിന്നെ അവിടെ തന്നെ പോയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ലൈവായിട്ട് ഇതുപോലെ ഞാനേ കായലിൻ്റെ അടുത്ത് നിന്നിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ടിട്ടായിരിക്കും വോയിസിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. പിന്നെ ഫ്രഷ് ആയിട്ട് ഇതുപോലെ ചെമ്മീനും ഫിഷും ഒക്കെ ഫ്രൈ ചെയ്യുന്നതൊക്കെ നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. ഇത് മാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ ഫ്രഷ് ഫിഷ് കാണാൻ പറ്റും. അത് നമുക്ക് നോക്കിയിട്ട് നമ്മുടെ ഇഷ്ടത്തിന്, അതുപോലെ തന്നെ വെയിറ്റ് അനുസരിച്ചാണ് ഇവർ റേറ്റ് പറയുന്നത്, ഫിഷിൻ്റെ റേറ്റ് പറയുന്നത്. നമ്മളൊരു അമൂർ എന്തുമായിരുന്നു കേട്ടോ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇന്നലെയാണ് പോയത്, ഞാൻ ഇന്നാണ് എഡിറ്റ് ചെയ്യുന്നത്, അതാണ് ഇന്നലെ എന്ന് പറഞ്ഞത്. ആദ്യം ചെന്നപ്പോൾ തന്നെ കാശി ബേബിക്ക് ഒരു അപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം അത്രയും ദൂരം വന്നെയാണ്, വാവയ്ക്ക് വിശക്ക് ഉണ്ടാവും, അതുകൊണ്ടിട്ട് അപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല അടിപൊളി അപ്പമാണ് കേട്ടോ. എല്ലാം നല്ല സോഫ്റ്റാണ്, പൊറോട്ട ആയാലും എല്ലാം നല്ല അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഫുഡ് തന്നെയാണ് ഇവിടുത്തെ ഉണ്ടായിരുന്നത്. അപ്പോൾ കാശിക്കൊന്ന് കൊടുത്തു. കാശി ബേബിയുടെ ആ എക്സ്പ്രഷനൊന്നും ആരും ഇതാക്കേണ്ട. കാര്യം ഫസ്റ്റ് എന്ത് ഫുഡ്, അതിപ്പം മോന് ഇഷ്ടമുള്ള ഫുഡ് കൊടുത്താലും ഇഷ്ടമില്ലാത്ത ഫുഡ് കൊടുത്താലും അവൻ ഫസ്റ്റ് എക്സ്പ്രഷൻ ഇങ്ങനെയാണ്. പിന്നെ നമ്മൾ ഫിഷ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഫിഷ് എടുക്കാൻ പോയപ്പോൾ ഇതാണ്. ഒരുപാട് ടൈപ്പിലുള്ള ഒരുപാട് വെറൈറ്റി ഫിഷസ് അവൈലബിൾ ആണ്. അത് നമ്മുടെ ഇഷ്ടം. ഇതെന്താണ്, ചെമ്പല്ലിയാണോ ഗോകു? പേരൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല, പക്ഷെ ഒരുപാട് ഇതാണ് അമൂറെന്ന് തോന്നുന്നു. ഇതല്ലേ അമൂറ്? നല്ല സോഫ്റ്റാണ്, ജ്യൂസിയാണ്, ഭയങ്കര സോഫ്റ്റ് അല്ലേ ഗോകു? നമുക്കത് ഫ്രൈ ചെയ്തതാണെങ്കിൽ കൂടിയിട്ട് അത് ഭയങ്കര സോഫ്റ്റായിട്ട് ഇരിക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമുക്ക് ഫ്രൈ മാത്രമല്ല കേട്ടോ, അവിടുത്തെ ഗ്രില്ലും അവൈലബിൾ ആണ്. ഞാനിത് അസ്മാക്കിൻ്റെ പ്രൊമോഷൻ അല്ല പറയുന്നത്. ഞാൻ പോയി എനിക്കിഷ്ടപ്പെട്ട ഒരു ഹോട്ടൽ നിങ്ങൾക്ക് കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡും ഫിഷും റെസ്റ്റോറൻറ്റും തിരഞ്ഞെടുക്കാം. പക്ഷേ വിഴിഞ്ഞത്ത് പോയി കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 1 ടൈമെങ്കിലും പോയി കഴിക്കണം കേട്ടോ. അവർ അതുപോലെ തന്നെ മസാല പുരട്ടി വെച്ചേക്കുന്നത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാല കട്ട് ചെയ്തും തരും കേട്ടോ. മസാല ചെയ്ത് വെച്ചേക്കുന്നത് കൊഞ്ചും കണവയും കക്കയും ഒക്കെ അവൈലബിൾ ആണ്. അതെല്ലാം എടുത്ത് കാണിച്ചു, ഞാൻ വീഡിയോ എടുത്തോട്ടേന്ന് ചോദിച്ചപ്പോൾ തന്നെ ആ ചേട്ടന്മാരെല്ലാം എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതല്ല നിങ്ങൾക്ക് ഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ കേട്ടോ, നമ്മൾ ഫുള്ളാണ് എടുത്തത്. ഫുൾ എടുക്കുമ്പോഴാണ് കുറച്ചും കൂടെ വൈബും അതുപോലെ തന്നെ ടേസ്റ്റും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ പുറത്ത് തന്നെ ലൈവായിട്ട് ഗ്രില്ല് ചെയ്യുന്നുണ്ട്. പിന്നെ ചിപ്പിക്കക്ക വേണമെന്ന് പറഞ്ഞു. ഇത് പക്ഷേ കുഞ്ഞിക്കക്കയാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരി കേട്ടോ, കുഞ്ഞിക്കക്കയ്ക്ക് അത്ര ടേസ്റ്റ് ഇല്ല, വലുതനാണ് കേട്ടോ ടേസ്റ്റ്. പിന്നെ ഫുഡൊക്കെ വന്നു. നമ്മൾ ഫിഷും മീൻ മുട്ടയും പിന്നെ അതുപോലെ കക്ക ചിപ്പി ഉണ്ടല്ലോ, കല്ലുമ്മക്കായ ഉണ്ടല്ലോ, അതുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫുഡായിട്ട് കപ്പയും അപ്പവും പൊറോട്ടയും പറഞ്ഞു. എല്ലാം നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവരൊരു സലാഡ് തരും. ആ സലാഡ് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഉപ്പും പുളിയും സവോളയൊക്കെ ആയിട്ട് ഈ ഫിഷിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ എന്താ, നമ്മൾ ഒരിക്കലെങ്കിലും പോയി കഴിച്ചു കഴിഞ്ഞാൽ ഗോകുന് എന്താ തോന്നിയിട്ടുള്ളത്? അത്രയും ദൂരം പോയിട്ട് അത്ര കഴിക്കാൻ പറ്റിയില്ല, ഗ്യാസൊക്കെ. ഗോകു കഴിച്ചില്ല, പക്ഷേ ഞാൻ അത്യാവശ്യം കഴിച്ചു കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ചിക്കൻ ഐറ്റംസ് ഒന്നും ഇല്ല, ഫിഷാണുള്ളത്. അപ്പം മോന് ഞങ്ങളുടെ ജിത്തൂടിന് ഫിഷ് വേണ്ടാന്ന് പറഞ്ഞു, അവൻ ഫിഷ് കഴിക്കില്ല. അപ്പോൾ ചിക്കൻ പറഞ്ഞു. അപ്പോൾ അവർ അപ്പുറത്തെ കടയിൽ നിന്ന് എടുത്തുകൊണ്ട് തന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ മസാല ഞാൻ കഴിച്ചു നോക്കി. അതിൻ്റെയും കൂടി ഇതിലാണ് ഞാൻ പറഞ്ഞത് ആ മസാല. പക്ഷേ ഇവിടുത്തെ മസാലയുടെ ആ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല കേട്ടോ. അപ്പം നമ്മൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് താഴേക്കാണ്. ഇതാണ് കേട്ടോ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ. അങ്ങനെ നമ്മുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. ഞാൻ കഴിച്ചു കേട്ടോ, ബിക്കോസ് എനിക്കിഷ്ടമാണ് ഇവിടുത്തെ ഫുഡ്. ജിത്തുക്കുട്ട എങ്ങനെയുണ്ട്? ചുമ്മാ കേട്ടാ, ഇവനെ കൊണ്ടുവന്നതേ നഷ്ടമായിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നു. കാര്യമുണ്ടല്ലോ, ഒരു വക വേണ്ട. ഇതിനിടയ്ക്ക് ജിത്തുക്കുട്ടൻ കരച്ചിലായിരുന്നു കേട്ടോ വണ്ടിയിലിരുന്ന്. എന്തിനാ ജിത്തു കരഞ്ഞേ? കൊച്ചി കരച്ചിലായിരുന്നു. പകുതി എത്തിയപ്പോഴത്തേന് കരച്ചില്ല. ആദ്യമായിട്ടാണ് ഇത്രയും ലോങ് പോരുന്നത്. ലോങ് ഒന്നുമില്ല, നമുക്ക് കൊല്ലത്തുനിന്ന് ട്രിവാൻഡ്രത്തേക്ക് ഒരു 2 മണിക്കൂറത്തെ ട്രാവലിങ്ങേ ഉള്ളൂ. പക്ഷേ ആള് പിച്ചല്ലേ കമ്മൽ വെച്ചാനാ. ഭയങ്കര ബ്ലോക്കായിരുന്നു. ബ്ലോക്ക് ആയതുകൊണ്ടിട്ട് ആൾ വിചാരിച്ചു എന്താ ഒരുപാട് ദൂരം, നമ്മൾ തമിഴ്നാട് പോയില്ലേ അതുപോലെ ഒത്തിരി ദൂരം പോരുന്നു എന്ന് വിചാരിച്ചു. അതുകൊണ്ടിട്ട് ആശാൻ അങ്ങ് പേടിച്ചു പോയി. നമ്മൾ ദൂരെ പോവുകയാണ്, നാളെ തിരിച്ചു വരത്തുള്ളൂ, അമ്മേനെ കാണാൻ പറ്റത്തില്ല എന്നൊക്കെ. അങ്ങനെ
നാളെ തിരിച്ച് വരുത്തോളം എന്നൊക്കെ വിചാരിച്ചു പോയി. അതുകൊണ്ടിട്ട് ആൾ കരഞ്ഞ്. അങ്ങനെ ചേച്ചീനെയൊക്കെ വിളിച്ച് കൊടുത്തിട്ടാണ് ആളൊന്ന് ഓക്കെ ആയത്. ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വേണ്ടേ തിരിച്ച് ഞങ്ങൾ പോകാൻ പോവുക. ഓ ഇതാ വരുന്നു. അപ്പോൾ ഞങ്ങൾ പോകാൻ പോവുകയാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ വീട്ടിൽ ചെന്നിട്ട് പറയാം കേട്ടോ. ഞാൻ ഫുഡ് കഴിച്ചു കേട്ടോ. ഇവരെ അധികം കഴിച്ചില്ല. ചേച്ചി അങ്ങനെ കഴിക്കുന്ന ആളല്ല, പക്ഷേ എനിക്കിഷ്ടമാണ്. ഞാൻ ഉദ്ദേശിച്ച് വന്ന അല്ലെങ്കിൽ ആഗ്രഹിച്ച് വന്ന ഐറ്റംസൊക്കെ ഉള്ളതുകൊണ്ടിട്ട് ഞാൻ കഴിച്ചു. വേണ്ട വീട്ടിൽ നിന്ന് കോള് വന്നു തുടങ്ങി. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വഴി കാണാം കേട്ടോ, പോണ വഴിക്കുള്ളത്.